എല്ലാവർക്കും നമസ്തേ. ഇന്ന് പൈനാപ്പിൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് പൈനാപ്പിൾ ബർഫി അല്ലെങ്കിൽ ഹൽവ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ വിളിക്കാൻ കിട്ടും. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് നല്ല പഴുത്ത പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിലോട്ട് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതിനി ഒരു സീവിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അതേ കപ്പിൽ 1 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് പഞ്ചസാരയും ഒന്ന് മെൽറ്റായി കിട്ടണം. ഷുഗർ മെൽറ്റായാൽ പൈനാപ്പിൾ ജ്യൂസും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി തുടരെ ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ നെയ്യും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ഇതൊരു പാകത്തിലെത്താൻ കേട്ടോ. ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഫ്ലെയിം ഇപ്പം ലോ ടു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 25 മിനിറ്റ് എടുത്തു. ഇതാ കണ്ടില്ലേ, ഇത്രയും മതി. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കാം. ഇതിനി സെറ്റാക്കാനുള്ള ഒരു ട്രേയിൽ ഫോയിൽ പേപ്പർ വെച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് ട്രേയിലേക്ക് ചേർക്കാം. ഇതിനി ഒന്ന് തണുത്ത് സെറ്റായിട്ട് വരട്ടെ. നമ്മുടെ ബർഫിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇൻവേർട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണെന്ന്. ഈ ഒരു രീതിയിൽ ബർഫി തയ്യാറാക്കി നോക്കുമല്ലോ നിങ്ങളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കറി വിത്ത് അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും എല്ലാം ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അറിയിക്കുക. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സീ യു, ടാറ്റ, ഗുഡ് ബൈ.